ക്ലാസ്സുകളെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോളിമറുകളെ കുറിച്ചിട്ടാണ്. പോളിമർ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പോളിമർ എന്താണെന്നുള്ള സംഭവം ഇല്ല. ചിലവർ കേട്ടിട്ടുണ്ട്, ചിലവർ കേട്ടിട്ടില്ല. എന്താ ഈ പോളിമർ? പോളിമറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പ്ലാസ്റ്റിക് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പ്ലാസ്റ്റിക് ഒരു പോളിമറാണ്. ഇനി നമുക്ക് പോളിമറിനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങാം. ചെറു തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിച്ച് വലിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഇതിനുപയോഗിക്കുന്ന ചെറു തന്മാത്രകളെ മോണോമറുകൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ രൂപപ്പെട്ട വലിയ തന്മാത്രകളെ പോളിമറുകൾ എന്ന് വിളിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് പോളിമർ കെമിസ്ട്രി. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഈ ടേമുകളാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത്. എന്താണ് പോളിമറൈസേഷൻ, എന്താണ് മോണോമർ, എന്താണ് പോളിമർ ആൻഡ് എന്താണ് പോളിമർ കെമിസ്ട്രി. മെറ്റീരിയൽ കെമിസ്ട്രി എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പോളിമർ കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഓരോ ശാഖകളാണ്. ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ, പോളിമർ, അങ്ങനെ പല 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 ശാഖകളുണ്ടല്ലോ കെമിസ്ട്രിക്ക്. നിങ്ങൾക്ക് കെമിസ്ട്രി ഇഷ്ടമാണെങ്കിൽ അതിൽ നമുക്ക് PG യും PhD യും ഒക്കെ എടുത്തിട്ട് അങ്ങനെ റിസർച്ചൊക്കെ ചെയ്ത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയയിലോട്ടൊക്കെ പോവാട്ടോ. അപ്പോൾ ചെറു തന്മാത്രകളെ ഉന്നത മർദ്ദം, നല്ല പ്രഷർ, നല്ല ടെമ്പറേച്ചറൊക്കെ കൊടുത്തിട്ട് ഈ കുഞ്ഞു കുഞ്ഞു തന്മാത്രകളെ വലിയ തന്മാത്രയാക്കുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ മാല കോർക്കില്ലേ? കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ മുത്തുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വലിയ മാല കോർത്തുണ്ടാക്കില്ലേ? അതേ പ്രോസസ്സ്, ആ മാല കോർക്കുന്ന പ്രോസസ്സാണ് പോളിമറൈസേഷൻ. ആ മാലയിലെ കുഞ്ഞു കുഞ്ഞു മുത്തുകളില്ലേ, ആ മുത്തുകൾ കൂടി ചേർന്നാണല്ലോ വലിയ മാല ഉണ്ടായത്. ആ കുഞ്ഞു മുത്തുകളെ നമ്മൾ എന്ത് പറയും? മോണോമർ എന്ന് പറയും. ആ വലിയ മാല എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ എന്ത് പറയും? പോളിമർ എന്ന് പറയും. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഈ പോളിമറൈസേഷൻ അല്ലെങ്കിൽ പോളിമേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ പോളിമർ കെമിസ്ട്രി എന്നും പറയും. ആദ്യമായിട്ട് നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ള പോളിമറിൻ്റെ പേരാണ് ബേക്കലൈറ്റ്. മറക്കരുത്, ബേക്കലൈറ്റ്. ആധുനിക പോളിമർ രസതന്ത്രത്തിന് അടിത്തറ പാകിയ ഹെർമൻ ഷ്രോഡിഞ്ചർ പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഹെർമൻ ഷ്രോഡിഞ്ചർ ആണ് കേട്ടോ. ഇദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പോളിമർ കെമിസ്ട്രീൻ്റെ പിതാവ്. ഇപ്പോൾ നമ്മുടെ ടാക്സോണമി, നമ്മൾ ട്രീ ഓഫ് ലൈഫ് ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ കാർലിനേസിന് എന്താ പഠിച്ചത്? കാർലിനേസ് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവല്ലേ? അതേപോലെ ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് ഹെർമൻ ഷ്രോഡിഞ്ചർ, പോളിമർ കെമിസ്ട്രിയുടെ പിതാവാണ് കേട്ടോ. ഇന്ന് ധാരാളം പോളിമറുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പൊതുവായി അറിയപ്പെടുന്ന പോളിത്തീൻ, PVC എന്നിവയെല്ലാം പോളിമറുകളാണ്. പ്ലാസ്റ്റിക്കുകൾ മാത്രമല്ല, റബ്ബറുകളും ഫൈബറുകളും എല്ലാം പോളിമറാണ്. നിരവധി ചെറിയ തന്മാത്രകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. പോളിമറുകളുടെ തന്മാത്രാഭാരം സാധാരണ തന്മാത്രകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവ വ്യത്യസ്തമായ ഗുണങ്ങളും കാണിക്കും. അതായത് നമ്മളിപ്പോൾ മാല കോർത്തൊരു മാലയായി എന്ന് പറയുന്നു. മുത്തിൻ്റെ പേർപ്പസും അല്ലെങ്കിൽ മുത്തിൻ്റെ ആ ഒരു സവിശേഷതയും മുത്തുകൾ കോർത്തുണ്ടാക്കിയ മാലയും ഡിഫറെൻ്റ് അല്ലേ? അതിൻ്റെ ഉപയോഗമായാലും എന്തായാലും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ തന്മാത്രകളെ കൂടിച്ചേർത്തിട്ട് വലിയൊരു മോളിക്യൂളാക്കി മാറ്റി. പക്ഷേ ആ ചെറിയ തന്മാത്രൻ്റെ അതേ പ്രോപ്പർട്ടി ആര് കാണിക്കണമെന്നില്ല, വലിയ തന്മാത്ര കാണിക്കണമെന്നില്ല. അതാണ് ബേസിക്കലി. അതിൻ്റെ മോളിക്കുലാർ മാസ് മാറുമ്പോൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ മാറ്റം വരും. ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ ഡിഫറൻസ് വരും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാസ്റ്റിക്കുകളുണ്ട്. PVC, HDPE, ഹൈ ഡെൻസിറ്റി പോളിഎഥിലീൻ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കുകൾ നമ്മളുടെ നാട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മോണോമറുകൾ പോളിമറൈസേഷനിൽ പങ്കെടുക്കുമ്പോൾ തന്മാത്രാ ഭാരം കൂടുന്നത് എന്തുകൊണ്ടാണ്? മോണോമറുകളുടെ തന്മാത്രാ ഭാരം കൂടുന്നത് എന്തുകൊണ്ടാണ് മക്കളെ? ഇതാണിപ്പോൾ ഒരു മോണോമർ. ഇത് ഡൈമർ. 2 എണ്ണം കൂടുമ്പോൾ ഡൈമർ, 3 എണ്ണം കൂടുമ്പോൾ ട്രൈമർ, ടെട്രാമർ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരു N നമ്പർ ഓഫ് ഒരു 1000 എണ്ണം അങ്ങനെ പോളിമറിനൊരു പെർട്ടിക്കുലർ വെയിറ്റ് ഉണ്ട് കേട്ടോ മക്കളെ. ആ വെയിറ്റിൽ കൂടിയാലേ നമ്മൾ പോളിമർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അതിനെ കൂട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു N നമ്പർ ഓഫ്, നമ്മൾ മാത്സിലൊക്കെ പറയില്ലേ N നമ്പർ ഓഫ് X, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ N നമ്പർ ഓഫ് മോണോമർ കൂടി ചേരുമ്പോഴാണ് പോളിമർ ഉണ്ടാവുക. അതായത് 1000, 10,000 അങ്ങനെയൊക്കെ.
പ്ലാസ്റ്റിക് മേശകൾ, കസേരകൾ മുതലായവ തടിയെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ മരത്തിൻ്റെ കസേരനേക്കാളും ഇത് നമുക്ക് അതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലേ, ബേസിക് സംഭവങ്ങളൊക്കെ അതൊക്കെ ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആകും. കാരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ അത് നമുക്ക് ചീപ്പായിട്ട് വളരെ കൂടുതൽ പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ മരമൊക്കെ ആകുമ്പോൾ നമ്മൾ മുറിച്ച് അതിൽ നിന്ന് മരത്തിൻ്റെ കാതൽ അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്ത് അതിങ്ങനെ പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് വേണം ആ ഒരു കസേര ഉണ്ടാവാൻ. പക്ഷേ പ്ലാസ്റ്റിക് ആകുമ്പോൾ ആ ഒരു മോൾഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ലാർജ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ്. ലേബർ കുറവാണ്, അതായത് അതിന് വേണ്ടിയിട്ടുള്ള പണി കുറവാണ്. ചില പോളിമറുകളും അവയുടെ സവിശേഷതകൾ, പ്രയോജനങ്ങൾ എന്നിവയും കാണിക്കുന്ന പട്ടിക ശ്രദ്ധിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോളിമറുകൾ, പിന്നെ ആ ഒരു ഗ്ലാസ്സിന് നിറം കൊടുക്കുന്ന ആ സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ 4 പോളിമറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പോളി എഥിലീൻ, പോളി ടെട്രാഫ്ലൂറോ എഥിലീൻ, പോളി വിനൈൽ ക്ലോറൈഡ്, പോളി എഥിലീൻ ടെറിഫ്താലേറ്റ്. പോളി എഥിലീൻ നിഷ്ക്രിയ സ്വഭാവം, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പാക്കേജിങ്ങിനൊക്കെ ഉപയോഗിക്കും. നിഷ്ക്രിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ പെട്ടെന്നൊന്നും ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ നോബൽ ഗ്യാസൊക്കെ, ഗ്രൂപ്പ് 18 വരുന്ന നോബൽ ഗ്യാസ്? അവർ നോബൽ ഗ്യാസ് എന്ന് പറയാൻ കാരണം എന്താ? അവർ പെട്ടെന്നൊന്നും ഒരു രാസപ്രവർത്തനത്തിൽ കൂടിച്ചേരില്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു പോളി എഥിലീൻ. അതേപോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, കെമിക്കൽ ഇനേർട്ട്നെസ്സിനെ കുറിച്ചിട്ടാണ് മിസ് പറയുന്നത്, അതായത് നിഷ്ക്രിയ സ്വഭാവം. ഈ പ്ലാസ്റ്റിക്കുകളൊന്നും, പോളി എഥിലീൻ പ്ലാസ്റ്റിക് എന്ത് ചെയ്യില്ല, പെട്ടെന്നൊന്നും വേറുള്ള സംഭവങ്ങളുമായിട്ട് റിയാക്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്റ്റോർ ചെയ്യാനും പാക്ക് ചെയ്യാനും ഇട്ട് വെക്കാനും ഒക്കെ നമ്മൾ അത് യൂസ് ചെയ്യും. കാരണം എന്താ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഫുഡിൽ എന്തെല്ലാം ഉണ്ട്, ഉപ്പ്, പുളി, അങ്ങനത്തെ സംഭവങ്ങൾ, പല ടൈപ്പ് ഓഫ് രാസവസ്തുക്കളുണ്ട്. അപ്പോൾ അതും നമ്മളുടെ ഈ പോളിയെഥിലീനും കൂടെ റിയാക്ട് ചെയ്താൽ അത് ഭയങ്കര പ്രശ്നമല്ലേ? പക്ഷെ അങ്ങനെ നോർമലി ചെയ്യാറില്ല. അതാണ് എല്ലാ പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ഫുഡ് ഇട്ട് വെക്കരുതെന്ന് പറയുന്നത്. ഈ പോളിയെഥിലീൻ അങ്ങനെ ഫുഡ് ഇട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പാത്രങ്ങളുണ്ട്, അതിൽ മാത്രമേ ഫുഡ് നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ. അല്ലാത്തതിലിട്ടാൽ വീണ്ടും കെമിക്കൽ റിയാക്ഷൻ നടക്കും. അത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഹാംഫുള്ളായിട്ടാവും എഫക്റ്റ് ചെയ്യാം. പോളി ടെട്രാഫ്ലൂറോ എഥിലീൻ, PTFE, ഇതിന് നല്ല താപപ്രതിരോധമുണ്ട്. ഹീറ്റ് ഇങ്ങനെ പ്രതിരോധിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, ചൂടിനെ താങ്ങാൻ. അപ്പോൾ ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കേണ്ട പാചകപാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആരെ യൂസ് ചെയ്യാൻ പറ്റും? പോളി ടെട്രാഫ്ലൂറോ എഥിലീനെ. നോൺ സ്റ്റിക്ക് പാൻ കണ്ടിട്ടില്ലേ? യെസ്, നോൺ സ്റ്റിക്ക് പാൻ ആയാൽ, നോൺ സ്റ്റിക്ക് പറയുന്ന പോലെ തന്നെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയാൽ അടിയിലൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ നോൺ സ്റ്റിക്ക് പാൻ അതിൻ്റെ ആ കോട്ടിങ്ങില്ലേ, ആ ബ്ലാക്ക് കോട്ടിങ്, അത് ഈ പോളി ടെട്രാഫ്ലൂറോ എഥിലീനാണ്. അതാണ് നമ്മളോട് എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ പാനിൽ വന്നാൽ പിന്നെ നമ്മളത് ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത്. പോളി വിനൈൽ ക്ലോറൈഡ്, വൈദ്യുത പ്രതിരോധം. കേബിൾ, പൈപ്പ്, ഇൻസുലേറ്ററാണ്. വൈദ്യുതിനെ കടത്തിവിടാത്തവരാണ് ആര്? പോളി വിനൈൽ ക്ലോറൈഡ്, PVC. അപ്പോൾ നമ്മൾ കേബിള്, ഈ കറണ്ടൊക്കെ പോകുന്ന പൈപ്പ്, കേബിളിനൊക്കെ ഇതിനെ നമ്മൾ യൂസ് ചെയ്യും. കാരണം അത് കറണ്ടിനെ കടത്തിവിടില്ലല്ലോ, വൈദ്യുതി പ്രതിരോധിക്കും. പിന്നെ നമുക്കുള്ളത് പോളി എഥിലീൻ ടെറിഫ്താലേറ്റ്, PET. പോളി എഥിലീൻ ടെറിഫ്താലേറ്റ് എന്താണ്? വാതകങ്ങളെ തടഞ്ഞു നിർത്തും, ബോട്ടിലുകളുടെ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രയോജനം, സ്വഭാവവും, ജസ്റ്റ് പോളിമറുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. പോളിമർ പ്രകൃതിയിൽ കാണപ്പെടുന്നവയും മനുഷ്യനിർമ്മിതമായവയുണ്ട്. യെസ്, ഭൂരിഭാഗം പോളിമറുകളും മനുഷ്യനിർമ്മിതമാണ്. അപ്പോൾ പ്രകൃതിയിൽ കാണുന്ന പോളിമർ ഏതൊക്കെയാണ്? സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ, നാച്ചുറൽ റബ്ബറും ഉണ്ട്, സിന്തറ്റിക് റബ്ബറും ഉണ്ട്. സ്വാഭാവികമായിട്ടുള്ള റബ്ബർ എങ്ങനെയാണ്? നമ്മൾ റബ്ബർ പാലിൽ നിന്നൊക്കെ അങ്ങനെ എടുക്കുന്നവരാണ് സ്വാഭാവിക റബ്ബർ. കൃത്രിമ റബ്ബർ നമ്മൾ ടയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പോളിത്തീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബർ, ഇതൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. ഓക്കെ. സോ പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ എന്നിങ്ങനെ തരംതിരിക്കാം. പ്ലാസ്റ്റിക്കുകളെ തന്നെ അവയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെർമോ പ്ലാസ്റ്റിക്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ മക്കൾ, തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും. അതിൻ്റെ മുന്നേ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇത് നോക്ക്, ഇതിൽ പൈപ്പ് ഉണ്ട്, പ്ലാസ്റ്റിക് ഷീറ്റ്, ഡോറ്, ബക്കറ്റ്. അപ്പോൾ
പ്ലാസ്റ്റിക്കിന് ഒരുപാട് ആവശ്യകതയുണ്ട്. നമ്മുടെ ഒന്ന് ചുറ്റിരുന്ന് നോക്ക്, എന്തോരം വെറൈറ്റി പ്ലാസ്റ്റിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളിരിക്കുന്ന കസേര പ്ലാസ്റ്റിക് ആവും, നമ്മുടെ പെന്ന്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ പ്ലാസ്റ്റിക് റിലേറ്റഡ് ആണ്. അപ്പോൾ പ്രകൃതി വസ്തുക്കൾക്കില്ലാത്ത എന്തെല്ലാം സവിശേഷതയാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾക്കുള്ളത്? എന്തായാലും നമ്മൾ പ്ലാസ്റ്റിക്കിന് ഇത്ര ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം പ്ലാസ്റ്റിക്കിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഏതൊക്കെയാണ് ആ സവിശേഷത എന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്യാൻ നോക്കിയാലോ? പെട്ടെന്ന് രൂപമാറ്റം വരുത്താൻ പറ്റും, ദീർഘകാലം നിലനിൽക്കും, ഭാരക്കുറവ്, സുതാര്യവും അതാര്യമാണ്. സുതാര്യമാക്കണോ? അങ്ങനത്തെ പ്ലാസ്റ്റിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതാര്യമാക്കണോ? അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതാണ് പ്ലാസ്റ്റിക്കിന് ഇത്രയേറെ അക്സെപ്റ്റൻസ് കിട്ടാൻ കാരണം. ഇനി തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. തെർമോ പ്ലാസ്റ്റിക്കുകളും തെർമോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വീണ്ടും ചൂടാക്കി പുതിയ രൂപത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റും. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ അഥവാ തെർമോസെറ്റുകൾ വീണ്ടും ചൂടാക്കി ഒരുക്കി പുതിയ രൂപത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കൾ സ്റ്റാർ ഇട്ട് വെച്ചോ, അല്ല അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. തെർമോ പ്ലാസ്റ്റിക്കുകളും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും. തെർമോ പ്ലാസ്റ്റിക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, വീണ്ടും ചൂടാക്കി ഒരുക്കി പുതിയ രൂപത്തിലുള്ള പുതിയ ഉൽപ്പന്നം ആക്കാം. പക്ഷേ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആ പേരിൽ തന്നെ സെറ്റ് ചെയ്യപ്പെടുകയാണ്. പിന്നെ ചൂടാക്കിയാൽ അത് പുതിയ ഉൽപ്പന്നത്തിനൊന്നും ആക്കാൻ പറ്റില്ല. അത് വേറൊരു സംഭവമായിട്ട് മാറേ ചെയ്യുള്ളൂ. നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവർ തെർമോ പ്ലാസ്റ്റിക്കാണ്. പോളിത്തീൻ കവറുകളൊക്കെ ഇല്ലേ, ഇപ്പോൾ നമ്മൾ ഈ ഹരിത കർമ്മസേന ചേച്ചിമാർ വരും, നമ്മൾ കവേഴ്സൊക്കെ കൊടുക്കും. അവരതിന് പറ്റുന്നവയൊക്കെ തരം തിരിച്ച് റീസൈക്കിൾ ചെയ്യുകയും ചെയ്യും. എന്നാൽ പ്രഷർ കുക്കറിൻ്റെ ആ ഒരു കൈപ്പിടിയില്ലേ, ആ ഹാൻഡിൽ, ആ കറുത്ത സംഭവം, അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മളുടെ സ്വിച്ച് ബോർഡിൻ്റെ ബോർഡ്, അതൊന്നും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. നിത്യോപയോഗ വസ്തുക്കളിൽ കൂടുതലും പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമാണോ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന എന്തെല്ലാം സംഭവങ്ങളാണ് നാച്ചുറലി നമ്മൾ ഉപയോഗിക്കുന്നതും മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും? ഒബ്വിയസ്ലി മനുഷ്യനിർമ്മിതമായിട്ടുള്ളതായിരിക്കുമല്ലേ ഇപ്പോൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. വിവിധ തരം പ്ലാസ്റ്റിക്കുകൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക് എന്ന് നമ്മൾ പറയുന്നത് പല ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കുകളുണ്ട്. ഇതിനെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ഈ പ്ലാസ്റ്റിക് ഇപ്പോൾ ഒരു ബോട്ടിൽ, ഇപ്പോൾ 7up, പെപ്സി പോലെയുള്ള കൂൾ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ എന്താണ് ആ ഒരു പാക്കേജിങ്ങിൽ നിങ്ങൾ നോക്കിയാൽ അതിലിങ്ങനെ ഒരു ത്രികോണം ഉണ്ടാകും. ഈ ആരോ ഇങ്ങനെ ചേസ് ചെയ്യുന്ന പോലെയുള്ള ആരോ, ഒന്നൊന്നിനെ ഇങ്ങനെ ചേസ് ചെയ്യുന്ന പോലെ ഈ ഒരു ത്രികോണത്തിൽ അതിൽ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പേഴ്സ് എഴുതിക്കും. 7 നമ്പേഴ്സ്. അത് ഓരോന്നും ഓരോ പ്ലാസ്റ്റിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. പെറ്റ് 1, പെറ്റ് പോളി എഥിലീൻ ടെറിത്താലേറ്റ്. 2 HDPE സാന്ദ്രത കൂടിയ പോളി എഥിലീൻ. PVC പോളിവിനൈൽ ക്ലോറൈഡ്. LDPE സാന്ദ്രത കുറഞ്ഞ പോളി എഥിലീൻ. അതുണ്ടാക്കുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആണ്. അതാണ് സാന്ദ്രത കൂടിയതും സാന്ദ്രത കുറഞ്ഞതും എന്ന് പറഞ്ഞ് സെപ്പറേറ്റായി പറയുന്നത്. പിന്നെ PP പോളിപ്രോപ്പിലീൻ. PS പോളിസ്റ്റൈറീൻ. 7 അതേഴ്സ് മറ്റുള്ളവ. അപ്പോൾ എൻ്റെ മക്കൾ ഈ പട്ടികയിൽ ഇതൊന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യണേ. അതിൻ്റെ പേരുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. പദാർത്ഥ രസതന്ത്രത്തിലൂടെ നാം നിർമ്മിച്ചെടുത്ത വസ്തുക്കൾക്ക് ഗുണം മാത്രമാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ മെറ്റീരിയൽ കെമിസ്ട്രി നമ്മളുടെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പദാർത്ഥങ്ങൾ നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഗുണം മാത്രമാണോ ചെയ്യുന്നത്? ഒബ്വിയസ്ലി ഒരു നാണയത്തിന് 2 വശമുണ്ട്. ഒരു കത്തിയെടുത്ത് നമുക്ക് കുത്താം, ആ കത്തിയെടുത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണം ഒരു കത്തിക്കുണ്ട്. അതേപോലെ തന്നെ എല്ലാ സംഭവത്തിനും ഒരു ഗുണവും ഒരു ദോഷമുണ്ട്. സോ ആർക്കും ദോഷങ്ങളുണ്ടാവും. നമ്മൾ ഈ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക്കിനും അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവത്തിനൊക്കെ ഗുണം മാത്രമല്ല ദോഷമുണ്ട്. അതിലേറ്റവും ഭീകരമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണം. വൈവിധ്യമാർന്ന ഗുണങ്ങൾ കൊണ്ട് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്ലാസ്റ്റിക്. എന്നാൽ നിയന്ത്രണാതീതമായ ഉപയോഗത്താൽ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വിവിധ സ്ഥലങ്ങളിൽ കൂടിക്കിടന്ന് ജലമലിനീകരണവും മണ്ണ് മലിനീകരണവും ഉണ്ടാക്കുന്നു.
ഇതുമൂലം മണ്ണിൻ്റെയും വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും സ്വാഭാവികമായ രാസഘടനയിൽ മാറ്റം വരുന്നു. ചെടികളുടെയും മണ്ണിൽ ജീവിക്കുന്ന ജീവികളുടെയും വളർച്ചയെ ഇത് ബാധിക്കുന്നു. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് ഒരു ഉദാഹരണമാണ് ചിത്രത്തിൽ. നിങ്ങളുടെ പരിസരത്തും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. ഏതെങ്കിലും കുറച്ചൊരു പബ്ലിക് സ്പേസ് കുറച്ചൊരു പോപ്പുലർ ആണെങ്കിൽ നമുക്കറിയാം, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ എന്തോരം പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട്. നമ്മുടെ ബീച്ചൊക്കെ ആയാലും എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, പക്ഷെ അവിടെ നിറയെ പ്ലാസ്റ്റിക് കുപ്പികൾ, ഒന്നുമില്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ക്യാപ്പ് ഉണ്ടാവും, നമ്മുടെ കുപ്പിയുടെ മൂടി, അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായിൻ്റെ കവറുകളോ അങ്ങനെ. അതൊന്നും നമുക്കറിയാം, പ്ലാസ്റ്റിക് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സാധനമാണ്. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ചില സമയത്ത് അത് ഭയങ്കര പ്രശ്നമാണ്. അതിങ്ങനെ വർഷങ്ങളോളം അത് നമ്മളുടെ മണ്ണിൽ അങ്ങനെ കിടക്കും. ഒരു പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലിട്ടാൽ അത് 1000 വർഷം വരെ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ചില പ്ലാസ്റ്റിക്കുകളൊക്കെ മണ്ണിൽ അങ്ങനെ കിടക്കും. അപ്പോൾ മണ്ണിൽ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട്. നമ്മൾ കെമിസ്ട്രി മാത്രമല്ല, നമ്മൾ ബയോളജിയും നമ്മൾ പരിസ്ഥിതിനെ കുറിച്ചിട്ട് പഠിക്കുന്ന മക്കളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മണ്ണിലുള്ള സൂക്ഷ്മജീവികളും അവയുടെ ഇമ്പോർട്ടൻസും വിഘാടകരൊക്കെ നമ്മളുടെ ലൈഫിൽ, നമ്മളുടെ ഈ ഒരു ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ചെയിൻ എല്ലാറ്റിലും എന്തോരം ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ നശിച്ചു പോകും. ഈ പ്ലാസ്റ്റിക് ഉണ്ടാകുമ്പോൾ അവരുടെ സ്വാഭാവിക ഘടനയിലൊക്കെ മാറ്റം വരും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി വരുന്ന ഈ തലമുറ അതിനെതിരെ ശക്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഹരിതകർമ്മസേനയൊക്കെ മന്ത്ലി നമ്മളുടെ വീട്ടിൽ വരുന്നു, പ്ലാസ്റ്റിക് കവർ പിക്ക് ചെയ്യുന്നു, നമ്മൾ അവർക്ക് കൊടുക്കണം. അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ കത്തിക്കാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വലിച്ചെറിയാനോ നിൽക്കണ്ട. അങ്ങനെ നമ്മളെല്ലാവരും കെയർ ചെയ്യുക. നമ്മളുടെ ഭൂമിയാണ്, നമുക്ക് ജീവിക്കാനുള്ളതാണ്. ഇനി വരുന്ന നമ്മളുടെ മക്കൾ, പുതിയ തലമുറക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ ഭൂമിനെ ഇങ്ങനെ തന്നെ കൊടുക്കണം. നമുക്ക് നമ്മളുടെ പൂർവികർ തന്ന പോലെ നമ്മൾ ഇനി നമ്മളുടെ അടുത്ത ജനറേഷനും കൊടുക്കണ്ടേ. അപ്പോൾ ഈ ഭൂമീനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഉപയോഗം കുറക്കുക, അതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഉപയോഗം കുറക്കുക. അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മലിനീകരണം തടയാൻ ഒരു മെത്തേഡ് ഉണ്ട്, 4R. ഏതൊക്കെയാണ് 4Rകൾ? 1 റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നൽകാതിരിക്കുക, സ്വീകരിക്കാതിരിക്കുക. ഇപ്പോൾ ഈ സുഡിയോ, മാക്സ് പോലെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കുകളും പോളിമറുമാണ്. അതിൻ്റെ ഒരു സിമ്പിൾ നോട്ട്, പോളിമറിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മോണോമർ എന്ന് വിളിക്കുന്ന ചെറു തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. പോളിമറുകൾ പ്രകൃതിയിൽ കാണുന്നവയും മനുഷ്യനിർമ്മിതമായവയും ഉണ്ട്. അപ്പോൾ പ്രകൃതിയിൽ കാണുന്നതിന് ഉദാഹരണം സെല്ലുലോസ്, പ്രോട്ടീന്. മനുഷ്യനിർമ്മിതമായത് പ്ലാസ്റ്റിക്, നൈലോണ്. അതിൽ നമുക്ക് 3 പോളിമേഴ്സിനെ കുറിച്ചിട്ട് ചെറുതായിട്ട് പഠിക്കാനുണ്ട്. അതിലൊന്നാണല്ലോ പ്ലാസ്റ്റിക്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള പോളിമറാണ്. തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്, ഇങ്ങനെ 2 ടൈപ്പ് പ്ലാസ്റ്റിക്കുകളുണ്ട്. ചൂടാക്കുമ്പോൾ മൃദുവായി മാറുകയും തണുപ്പിക്കുമ്പോൾ കട്ടിയാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോപ്ലാസ്റ്റിക്. ഇവ വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപങ്ങളോ ഉൽപ്പന്നങ്ങളോ ഉണ്ടാക്കാൻ കഴിയും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ ഇവ ഒരിക്കൽ രൂപപ്പെടുത്തിയാൽ വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപമാക്കാനോ ഉൽപ്പന്നങ്ങളാക്കാനോ കഴിയുന്നില്ല. തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. എൻ്റെ മക്കളൊന്ന് നോക്കിയേ ഇതിൻ്റെ കമ്പാരിസൺ. ഇതാണ് കേട്ടോ ആ 2 പിക്ചേഴ്സ്. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? നമ്മുടെ സ്വിച്ച് ബോർഡ്, കുക്കറിൻ്റെ ഹാൻഡിൽ, അങ്ങനെയുള്ളതൊക്കെ തെർമോസെറ്റിംഗ് ആണ്. എന്നാൽ നമ്മളുടെ വെള്ളക്കുപ്പി, നമ്മുടെ നോർമൽ ടിന്നുകളൊക്കെ തെർമോപ്ലാസ്റ്റിക്കാണ്. ഇനി പ്ലാസ്റ്റിക് മലിനീകരണം. പ്ലാസ്റ്റിക്കിൻ്റെ നിരവധി ഗുണങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നിയന്ത്രണാതീതമായിട്ടുള്ള ഉപയോഗം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാവും. പ്ലാസ്റ്റിക്കിൻ്റെ ഗുണം എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് ഭാരക്കുറവാണ്, കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, ഈട് നിൽക്കും, നമുക്ക് ആവശ്യത്തിന് അതിനെ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ പ്ലാസ്റ്റിക്കുകൾ ജൈവ വിഘടനത്തിന് വിധേയമാവാത്തതിനാൽ ഇവ മണ്ണ്, ജലം, വായു എന്നിവയെ മലിനീകരിക്കുന്നു. 4R സമീപനം, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ആൻഡ് റിഫ്യൂസ്, പ്ലാസ്റ്റിക് മലിനീകരണം കുറക്കാൻ സഹായിക്കും. പ്ലാസ്റ്റിക് മാലിന്യമുക്തമായ പരിസരം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആ 4R എൻ്റെ മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ.